ശ്രീ വി എസ് ജിതിൻ്റെ ഇവിടെ ദേശീയപാത ഒരു കേന്ദ്ര പദ്ധതി മാത്രമല്ല. സംസ്ഥാനം 5587 കോടി രൂപ എന്റെയും താങ്കളുടെയും ഒക്കെ നികുതി പണം സംസ്ഥാനം കൂടി മുടക്കിയ ഒരു സംയുക്ത പദ്ധതിയാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി വേണ്ട എന്നത് ആരുടെ തീരുമാനമാണ്? ആ തീരുമാനം എന്തുകൊണ്ടാണ്? അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശതകോടീശ്വരനായത് അഴിമതി നടത്തിയിട്ടൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഖജനാവ് കട്ടുപിടിച്ചിട്ടൊന്നുമല്ല ശതകോടീശ്വരനായത്. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തന്നെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഹാഷ്മി പറയുമ്പോൾ കുറച്ചുകൂടി മാന്യത ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പേഴ്സണൽ ബ്ലെയിമിങ് ഒഴിവാക്കി പോകുന്നതാണ്. ശതകോടീശ്വരനായ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ശതകോടീശ്വരനായ കോർപ്പറേറ്റ് എന്തർത്ഥത്തിലാണ് അവിടെ കയറി ഇരുന്നത് എന്ന് ചോദിക്കുന്നത് കുറ്റം പറച്ചിൽ തന്നെയാണ്. അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്. ഇന്ന് ആ വേദിയിലിരിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ പറയും വ്യക്തിപരമായി. എന്താണെന്നറിയാമോ? കാരണം ഇന്ന് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിപ്പാതയും മറ്റു വിഷയങ്ങളും പില്ലർ ഹൈവേയും മറ്റു കാര്യങ്ങളുമായിട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ സമീപിക്കുകയും ആ പ്രതീക്ഷയ്ക്ക് ഫലം കാണുകയും ചെയ്യുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലുണ്ടാണ്. 2022 DPR ഉണ്ടാക്കിയ സമയത്ത് പോയിരുന്ന് കളക്ടറേറ്റിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങിയ ജനപ്രതിനിധികൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ഇന്ന് ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന അദ്ദേഹത്തിന് അതിന്റെ തിരിക്കാനുള്ള പൂർണ്ണ യോഗ്യതയുണ്ട്. ഇനി ചോദിച്ച ചോദ്യം അല്ല ശ്രീ വി എസ് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് CEO ആയ ശതകോടീശ്വരനായ അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന് ഉടമയായ ഒരാൾ ആ പരിപാടിയിൽ പോയി ഇരുന്നതല്ല ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ അടിത്തട്ട് രാഷ്ട്രീയം നടത്തി വളർന്നു വന്ന കേരളത്തിന്റെ മന്ത്രിയായ ഒരാളെ മരുമോൻ എന്ന അങ്ങേയറ്റം വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. കാര്യം ഈ രാജീവ് ചന്ദ്രശേഖരൻ അടിത്തട്ടിൽ രാഷ്ട്രീയം വളർന്നിട്ടില്ലെന്നേ. ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഹാഷ്മി. അഭിമാനത്തോടെ കേരളത്തിലെ BJP പ്രവർത്തനം നെഞ്ചിലേറ്റി കൊണ്ട് കിടക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ. ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ നെഞ്ചിലേറ്റിക്കോ? പക്ഷേ കേരളത്തിലെ മന്ത്രി അങ്ങനെ അധിക്ഷേപിക്കണ്ടെന്നേ. അതെ, രാഷ്ട്രീയം പറഞ്ഞു നിങ്ങൾ. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങ് ഒരു വോയിസ് കൂടെ കേട്ടോ. എന്നാ കേൾപ്പിക്കാം. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം. അതിൽ മറ്റൊരു കക്ഷിക്ക് റോളില്ല. അതുകൊണ്ട് കേട്ടല്ലോ. അല്ല അതുകൊണ്ട് എന്താണ് ആ മുതൽ ഇക്ഷ വരെ അതുകൊണ്ട് ഒരു മനുഷ്യൻ 8ാം ക്ലാസ് മുതൽ എന്താണ് നടത്തിയ രാഷ്ട്രീയം റദ്ദായി കളയാണോ? വൃത്തിയോട് പറയാണോ നിങ്ങൾ? എന്റെ പൊന്ന് സഹോദരൻ, ഇത് രാഷ്ട്രീയം ഇത് പറ സഹോദരൻ പറയട്ടെ സഹോദരൻ. ഇത് മര്യാദയുള്ള രാഷ്ട്രീയം ഇതല്ലേ പറയേണ്ടത്? നാക്കേക്കർ പിടിക്കാതെ ഹാഷ്മി. ആ മുതൽ ഇക്ഷ വരെ ദേശീയപാത നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. 23 ഗ്രാമീൺ സടക്ക് യോജന റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതൊക്കെ വിവിധ MP-മാരുടെ പ്രപ്പോസലാ. ഈ MP-മാരെല്ലാം വേദിയിലുണ്ടോ? വേണ്ട. ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പാനലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. അവിടെ പറയുകയാണ് വെസ്റ്റ് കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് അംബികയ്ക്ക് ആ വേദിയിലിരിക്കണമെന്ന്, ശ്രീമതി അംബികയ്ക്ക് വേദിയിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ ഇരുത്താൻ സാധിക്കുമോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവനായി ബഹുമാനപ്പെട്ട അംബിക പോലാണോ കേരളത്തിന്റെ ദേശീയപാതയിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി? എന്റെ പൊന്ന് ഹാഷ്മി, ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ച് അദ്ദേഹം പറയാൻ കേൾക്കും, അവൾ അവസരം തരിക. അദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അത് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള അവകാശങ്ങളുണ്ട്. ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാരെ ക്ഷണിക്കപ്പെട്ടു. ഇവിടെ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PR വർക്കിന് അദ്ദേഹം ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ വന്നിട്ട് അതിന് കുഴലൂതി കൊടുക്കരുത്. ഇവിടെ ഇതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികൾ സമർപ്പിക്കപ്പെട്ടു, അതെന്തെല്ലാം പദ്ധതികളാണ്. നിങ്ങൾ ഒരു മിനിറ്റ് ഹാഷ്മി. ജിതിൻ ദേവിനടക്കം നേർക്കുനേർ എന്തുകൊണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ക്ഷണിച്ചില്ല എന്നതിന് മറുപടിയില്ല. അതുകൊണ്ടാണ് ഈ മരുമോൻ പോലെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത്. പറയുന്നത് BJPയുടെ സംസ്ഥാന എന്തൊരു വൃത്തികേടാ ജിതിൻ ദേവ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നില്ലേ നിങ്ങളുടെ നേതാക്കളെ ഓർത്ത്? പിന്നെ മുസ്ലിം ലീഗുകാർ പറഞ്ഞോലാണോ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞോലാണോ? പിണറായി വിജയന്റെ മരുമോനല്ലേ മുഹമ്മദ് റിയാസ്? അതോ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞ പോലുള്ള സംഭവമാണത്? പിണറായി വിജയന്റെ മരുമോൻ മാത്രമാണോ മുഹമ്മദ് റിയാസ്? ഏതാ ആണോ? പിണറായി വിജയന്റെ മരുമോൻ മാത്രമാണോ BJPക്ക് ഇപ്പൊ ഏതെങ്കിലും വിവരം കേട്ട സൈബർ കടന്നുകൾ പറയട്ടെ? അതുപോലെയാണോ BJP പോലെ രാഷ്ട്രീയ പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വന്നു എന്ന് പറയുക നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം, അരാഷ്ട്രീയം? നിങ്ങൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നില്ലേ ശ്രീ വി എസ് ജിതിൻ ദേവ്? എന്റെ പൊന്ന് ഹാഷ്മി, പിണറായി വിജയന്റെ മരുമകനാണ് മുഹമ്മദ് റിയാസ് എന്നുള്ള അങ്ങേക്ക് തർക്കമുണ്ടോ? പിണറായി വിജയന്റെ മരുമകനാണ് മുഹമ്മദ് റിയാസ്. പിന്നെ അദ്ദേഹത്തെ ക്ഷണിക്കില്ല. അവിടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തിന്റെ തലവൻ അവിടെ ഉണ്ട്.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം പങ്കെടുത്തില്ല. മറ്റ് 2 മന്ത്രിമാരെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്, അവരും പങ്കെടുത്തില്ല. അപ്പോൾ ഇതിനകത്ത് വില കുറഞ്ഞ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കാലത്ത് കളിക്കാൻ ശ്രമിക്കുന്നത്, ആരെയൊക്കെ പ്രീണിപ്പിച്ച് ആ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇവിടുത്തെ LDF ആണ്, CPM നേതൃത്വമാണ്. നിങ്ങളെപ്പോൾ അവരൊന്നും ഏറ്റുപിടിക്കാൻ നടക്കരുത്. ഈ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു. 2 റീച്ച് സമർപ്പിക്കപ്പെട്ടു, മറ്റ് റീച്ചുകൾ പണി പൂർത്തിയാക്കിയിട്ട് നമുക്ക് വളരെ സുഗമമായിട്ട് കൊല്ലത്തോട്ടും തിരുവനന്തപുരത്തോട്ടും എറണാകുളത്തോട്ടും കാസർഗോഡോട്ടൊക്കെ യാത്ര ചെയ്യണം ഹാഷ്മി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ഗിമിക്സുകളൊന്നും ഏറ്റുപിടിച്ചുകൊണ്ട് ഹാഷ്മിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തനങ്ങൾ ചർച്ചകൾ നടത്തരുത്. ഇനി അദ്ദേഹത്തെ വിളിച്ചില്ല, മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിളിച്ചില്ല. മുഖ്യമന്ത്രിക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത ആളൊന്നും അല്ലല്ലോ പ്രധാനമന്ത്രി. നോക്കൂ, ഇദ്ദേഹത്തെയും കൂടെ അത് വിളിക്കണം എന്നൊരു റിക്വസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടോ? ഹാഷ്മി പരിശോധിക്ക്, അങ്ങനെ റിക്വസ്റ്റും പോയിട്ടില്ല. ഉദ്ഘാടന ദിവസം രാവിലെ ഒരു ഇതൊക്കെ കാണിച്ച് ഒരു വണ്ടി എടുക്കുക, കുറേ ആൾക്കാരെ കൂട്ടുക, അവിടെ പോയി പാരൽ ഉദ്ഘാടനം നടത്തുക. ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നത്? ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഹാഷ്മി. ഇത്തരത്തിലുള്ള ഗിമിക്സുകളൊന്നും മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം ജനങ്ങളിൽ നിന്ന് അവർ അത്രയും അകന്നുപോയി. ഇനി അവർക്ക് തിരിച്ച് അധികാരത്തിലേക്ക് ഈ പറഞ്ഞ 3.0 എന്നും വരാൻ പോകുന്നുള്ള കാര്യം എനിക്കും അറിയാം, ഹാഷ്മിക്കും അറിയാം, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ ഇരവാദമൊക്കെ ഉയർത്തി, അവകാശവാദമൊക്കെ ഉയർത്തി മുന്നോട്ട് പോകാൻ കളിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടായാൽ ആ മുതൽ ഉച്ച വരെ ഞങ്ങൾക്ക് ബന്ധമില്ല. ഉദ്ഘാടനം ക്ഷണിച്ചില്ലെങ്കിൽ അയ്യോ ഞങ്ങളെ വിളിച്ചില്ല. ഇതൊക്കെ ആരെയാണ് ഈ ഇരട്ടത്താപ്പ് കാണിച്ച് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? 66 തലപ്പാടി ചെങ്കൾ 6 വരിപ്പാതയുടെ അവിടെ ശിലാഫലകം ഉണ്ടല്ലോ. ശ്രീ നിർവഹിച്ച ശ്രീ നരേന്ദ്രമോദി, മഹനീയ സാന്നിധ്യം ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ശ്രീ പിണറായി വിജയൻ, ശ്രീ PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, കേരളം സർക്കാർ. അതായത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, വെട്ടിക്കൂട്ടി തോട്ടിക്കളഞ്ഞതാ. ആര് വെട്ടിത്തോട്ടി കളഞ്ഞു? മിക്കവാറും മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പിന്നെ ഫലകത്തിൽ എങ്ങനെയാണെന്ന് വരുന്നേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പിന്നെ ഫലകത്തിൽ റിയാസിന്റെ പേര് വരികയും ഈ പറയുന്ന സ്റ്റേജിൽ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുന്നത് എങ്ങനെയാണ്? നിങ്ങളല്ലേ പെറ്റി രാഷ്ട്രീയം കളിക്കുന്നത്? ഇത് ജനത്തിന് മനസ്സിലാവില്ലേ? ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇത് ജനത്തിന് മനസ്സിലാവില്ലേ? നരേന്ദ്രമോദിയുടെ ആ ശിലാഫലകത്തിൽ നിങ്ങളുടെ ഈ കൊടി പിടിച്ച അധ്യക്ഷൻ ഇല്ല. വേണ്ടെന്നേ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്, ഞങ്ങൾക്ക് കരച്ചിലില്ല, ഞങ്ങൾ കരയുന്നില്ലല്ലോ, ഞങ്ങൾ കരയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കാല രാഷ്ട്രീയം ജനത്തിന് മനസ്സിലാവുന്നതാണോ? ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. പഴയ കാലം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാല ഈ പറയുന്ന ദേശീയപാതയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത ഒരു മുൻ കേന്ദ്ര സഹമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി വിളിക്കാനാണെങ്കിൽ ഇവിടെ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുണ്ട്, ഇവിടെ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുണ്ട്. ആരെയും വിളിക്കാതെ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മുൻ കേന്ദ്ര സഹമന്ത്രി എന്ന അഡ്രസ്സിൽ വിളിച്ചിരുത്തണമെങ്കിൽ ചില്ലറ മതിയോ രാഷ്ട്രീയം? ശ്രീ VS ഇതെന്തേയോ? ചില്ലറ ഒന്നുമല്ല, നല്ല കെട്ടോടനെ വിളിച്ചത്, നല്ല ഒന്നാന്തരം ആ വേദിയിലിരിക്കാൻ ഏറ്റവും അർഹൻ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അതറിയാം. കാരണം ഇന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്തുന്ന ഒന്നാമത്തെ പ്രഥമ വ്യക്തി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം BJPക്കാരോട് ചോദിക്കേണ്ട, ഹാഷ്മിക്ക് അടുപ്പമുള്ള ദേശീയപാതയുടെ ഭാഗത്ത് താമസിക്കുന്ന താങ്കൾക്ക് അടുപ്പമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് ഇരിക്കാൻ അദ്ദേഹത്തിന് 100% അർഹതയുണ്ട്. അതിനു മുമ്പ് കൊച്ചി മെട്രോയിൽ ഇരിക്കാൻ 100% അർഹത നിങ്ങൾ അന്നത്തെ അധ്യക്ഷൻ കുമ്മനത്തിനുണ്ടായിരുന്നു. കാലാകാലങ്ങൾ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്മാർക്കൊക്കെ സർക്കാർ ഒഫീഷ്യൽ പരിപാടിയിൽ കയറിയിരിക്കാൻ അവകാശമുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കും. നിങ്ങൾ രാഷ്ട്രീയമില്ലെന്ന് പറയും, നല്ല കാര്യം. ഞാൻ കേസ് വരുന്നൊരു ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാവേ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ഇൻ ബ്രാക്കറ്റ് ഉടനെ വരുന്നത് ദേശീയപാത വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണമായിരിക്കും. ഇത് രണ്ടും ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും. അതത്ര എളുപ്പമാവില്ലെന്നാണ് എന്റെ പക്ഷം. എന്നിട്ട് ഏറ്റവും കൂടുതൽ തീരുന്ന ഒരു പ്രവചനത്തിനും മുതിരുന്നില്ല. ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് സമ്മതിക്കേണ്ടി വരും. ഇതെന്താണ് ഇത് മൊത്തം കേന്ദ്രത്തിന്റെ നേരത്തെ റിയാസിന്റെ ബൈറ്റ് കേൾപ്പിച്ചില്ലേ? അതിനുള്ള മറുപടി ആയത്. അതുകൊണ്ടാണ് പിണറായി വിജയനെ വിളിച്ചത്. നേരത്തെ റിയാസിനെ ബൈറ്റ് കേൾപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് പിണറായി വിജയനെ വിളിച്ചത്. നിങ്ങൾ നേരത്തെ റിയാസിനെ ബൈറ്റ് കേൾപ്പിച്ചില്ലേ? അതിനുള്ള മറുപടിയാണ് കെ സുരേന്ദ്രൻ പണ്ടേ പറഞ്ഞത്. 2016 മുതൽ ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിലുണ്ടായ പുരോഗതിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ഞങ്ങൾ ആരും കുറച്ചു കാണുന്നില്ല. അദ്ദേഹത്തെ അതുകൊണ്ട് വിളിച്ചു. അപ്പൊ നിശ്ചയദാർഢ്യമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് BJP വക്താവ് ശ്രീ VS അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു കാണും, എന്റെ ഹസ്ബൻഡിനെ വിളിക്കാത്തതുകൊണ്ട് അങ്ങ് പോകണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പോയില്ല. SFIക്കാരനായിരുന്ന അതുവഴി രാഷ്ട്രീയം വളർന്ന ഒരാൾ ഇങ്ങനെ അരാഷ്ട്രീയം പറയില്ല. നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം പറയില്ല. നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം പറയാം. താങ്കൾ എന്താ പറഞ്ഞത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം പറയുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ ചെവിയിലോതിയ കാര്യം പറയുന്നത്? രാഷ്ട്രീയം പറ ശ്രീ VS സിന്ധേവ്. താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞു, എന്താണ് ഈ പാത പൊളിഞ്ഞപ്പോൾ പറഞ്ഞു സംസ്ഥാന ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണ് എന്നത് രാഷ്ട്രീയമാണ്. അത് പറ. അതല്ല മരുമോനെന്നും മുഖ്യമന്ത്രിയുടെ മകളെന്നൊക്കെ ഈ നിലവാരം കെട്ട രാഷ്ട്രീയം പറയല്ലേ VS? രാഷ്ട്രീയം കണ്ട് പഠിക്കല്ലേ? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ആ വേദിയിലുണ്ടായിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ആ മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേരളത്തിലെ മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, മറ്റു 2 മന്ത്രിമാരെ ക്ഷണിച്ചു. ശിലാഫലകത്തിൽ എങ്ങനെയാണ് റിയാസിന്റെ പേരെങ്ങനെ വരിക? ഇവിടെ വില കുറഞ്ഞ അതാ PWDക്കാരോട് ചോദിക്കണം. ശിലാഫലകത്തിൽ എങ്ങനെയാണ് കേന്ദ്ര മന്ത്രിയുടെ പേര് വരിക? NHA ചുമതലയുള്ള PWD ഉണ്ടായിരുന്നു. വെട്ടിക്കളഞ്ഞാണ് എന്നല്ലേ അർത്ഥം?
വെട്ടിക്കളയുള്ള മാനദണ്ഡം എന്താണെന്ന് എവിടെ ചോദിക്കുന്നത്? വെട്ടിയിട്ടുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടാൻ പറയും. പ്രകാശ തെളിവിലെ മാഷ് ശിലാഫലത്തിൽ പ്രകാശ മാഷിനോട് ചോദിക്കൂ. ഒന്ന് കാണിക്കാവോ? ആ ശിലാഫലം ഒന്ന് കാണിക്കാവോ? ആ ശിലാഫലം തെളിഞ്ഞു നടക്കുന്ന അതല്ലേ തെളിവല്ലേ കിടക്കുന്ന ഇവിടെ? ഹാഷ്മി, ഞാൻ കണ്ടു ഇവരുടെ PR ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ വന്ന് കയറിയപ്പോൾ കണ്ടത് മറ്റൊരു PR. അതാണ് ഇന്നലെ വരെ കഴുത്ത കോളർ ഇട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കോളർ ഇടാതെ തെക്കോട്ട് പോകുന്നു. എന്തൊക്കെയാണ് ഹാഷ്മി വെറുതെ ഒരു PR? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.